എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുടെ അടയാളങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ആരൊക്കെയാണ്? നിങ്ങൾ ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടമുള്ളവരാണ് അവരാരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാൻ കഴിയും. കാരണം നിങ്ങളുടെ മനസ്സിലാണ് സ്നേഹമുള്ളത്, പ്രണയമുള്ളത്. അത് അവർക്കറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ചില അടയാളങ്ങളാണ് നാം നോക്കുന്നത്. ഒന്നാമത്, കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നവർ. തീർച്ചയായിട്ടും ആരെങ്കിലും നിങ്ങളോട് കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കണ്ണെടുക്കാതെ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെക്കുറിച്ച് ഒന്നും വിചാരിക്കേണ്ട. അവർക്ക് നിങ്ങളോട് പ്രണയമാണ്. മികച്ച കാഴ്ചാ സമ്പർക്കം. നിങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ ദൃഷ്ടി നിലനിർത്തുകയും മുഖത്ത് ചെറുചിരി പടർത്തുകയും ചെയ്താൽ അത് വ്യാപകമായൊരു പ്രണയത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഒരാൾ കണ്ണുകളിലൂടെ ആകർഷണം പ്രകടിപ്പിക്കുന്ന ഒരു സീൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങളെ സ്നേഹിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ആ സ്നേഹം നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും, പക്ഷേ ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ട്. ഭാവഭംഗി അനുകരിക്കുക. നിങ്ങളുടെ ഭംഗിയെ അനുകരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഷർട്ട് ധരിക്കുക, നിങ്ങൾ ഇഷ്ടമെന്ന് പറയുന്ന ആഭരണങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ നിങ്ങളിഷ്ടം എന്ന് പറയുന്ന രീതിയിൽ നടക്കുക. നിങ്ങൾക്ക് ചുവപ്പ് ഇഷ്ടമാണെങ്കിൽ അവർക്കും ചുവപ്പ് ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിറം ഇഷ്ടപ്പെടുക, നിങ്ങളെ ഇഷ്ടപ്പെടുക. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക, ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തും ഉപയോഗിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തും ഇഷ്ടപ്പെടുക. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന ചിലരെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും. അവരും നിങ്ങളെ പ്രണയിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും. അടുത്തതായിട്ട് നമുക്ക് പോകാം. സമീപപാതയിലേക്കുള്ള ആകർഷണം. ഏതാണ്ട് നിങ്ങളെ ഒന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങളെ പ്രണയിക്കാൻ വേണം എന്ന് കരുതുന്ന അവസ്ഥയാണുള്ളത്. സംസാരത്തിനിടയിൽ നിങ്ങളെ അടുത്ത് ചേരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അടുത്തിരിക്കാനുള്ള ആഗ്രഹം ഒരു സൂചനയാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും ഓടി വന്ന് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടും. രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ ഒരാൾ അടുത്ത് ചെന്നിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ഈ ഒരു പ്രണയത്തിൻ്റേതായ ഒരു സീനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബാണ് കാണിക്കുന്നത്. അവരായിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന സാഹചര്യം. അടുത്തതാണ്, ആശയവിനിമയത്തിൻ്റെ ചില സൂചനകളായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നതും ചെറിയ കാര്യങ്ങൾ ചോദിച്ച് സംഭാഷണം തുടരുന്നതും ഒരടയാളമാണ്. എപ്പോഴും മെസ്സേജ് അയക്കുക, എപ്പോഴും വന്ന് സംസാരിക്കുക, ചാറ്റ് ആനിമേഷൻ, ആവേശത്തോടെ തുടക്കം കുറിക്കുന്ന സന്ദേശങ്ങൾ. ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നവർ എല്ലാവർക്കും നിങ്ങളോട് ഇഷ്ടമായിരിക്കും. കാരണം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ണുവച്ചോ, അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. കാരണം നിങ്ങളെ പ്രണയിക്കാൻ വേണ്ടി മാത്രമാണ് അവർ നടക്കുന്നത്. നിങ്ങൾ കാണുന്ന പറയുന്ന കാര്യങ്ങൾ അണുവിട വിട്ടുപോകാതെ കേൾക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും കേൾവി, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ്. അത് വലിയ തരത്തിൽ ഒരു പ്രണയമായിട്ട് നമുക്ക് പറയാം. കഥകൾ കേൾക്കാനും സംസാരം കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ചിലർ, രസകരമായി നിങ്ങളെ പരിഹസിക്കുന്നവർ. ചില ആളുകളുണ്ട് അങ്ങോട്ട് കളിയാക്കും, തമാശ പറയുന്നത് പോലെ. ചില ആളുകളെയാണ് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നവർക്ക് ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ ഇഷ്ടമാണെന്നാണ് അർത്ഥം. ചെറുതായി കളിയാക്കുന്നോ, പലപ്പോഴും നർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളം ഒന്ന് തന്നെയാകുന്നൊരവസ്ഥ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ കളിയാക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾ അകാരണമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. തമാശയ്ക്കാണ്. ആ തമാശ വളരെയധികം സീരിയസ് ആയിട്ട് മാറുന്ന ഒരു പ്രണയമായി മാറും.
എപ്പോഴും ഇഷ്ടപ്പെടുന്ന, എപ്പോഴും ആ ആളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അങ്ങനെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും, പല നിർണായക ഘട്ടങ്ങളിലും ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കളിയാക്കുന്ന വ്യക്തിയുമായിട്ട്, അത് പ്രണയമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഈ തമാശ രൂപത്തിലൂടെയുള്ള കളിയാക്കലിലൂടെയാണ് പ്രണയം വർദ്ധിക്കുന്നത്. ഒരാൾക്കത് കേൾക്കുന്നത് ഇഷ്ടം, മറ്റൊരാൾക്കത് പറയുന്നത് ഇഷ്ടം. അങ്ങനെ ആ രണ്ടു പേരും തമ്മിലുള്ള പ്രണയമാണ് നാം പിന്നെ കാണുന്നത്. ഇന്ന് നാം നോക്കിയത് നിങ്ങളോട് ഇഷ്ടമുള്ള ആളുകളുടെ ചില അടയാളങ്ങളാണ്. തീർച്ചയായും ഈ അടയാളങ്ങൾ വളരെ ക്രൂഷ്യലാണ്. കാരണം പ്രണയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിലെന്തൊക്കെ വരും എന്നുള്ളതാണ്. ഇപ്പം നാം ഈ അവസാനം പറഞ്ഞ ഘടകം മുതൽ ആദ്യം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുക എന്ന് പറയുന്നതൊക്കെ പ്രണയത്തിൻ്റെ ലക്ഷണമാണ്. ആരെങ്കിലും നാം ഇഷ്ടപ്പെടുമ്പോഴാണ് അവരെക്കുറിച്ച് പറയുന്നത്, അവർ പറയുന്നത് കേൾക്കുന്നത്, അവരെ അനുകരിക്കുന്നതൊക്കെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.